ശ്രീ ഫഹദ് മൗസൂഖ്, ഇവിടെ ഡോക്ടർ അഭിലാഷ് പറയും മട്ടിൽ മഴയ്ക്കൊപ്പം കാറ്റ് പുതിയതല്ല, പക്ഷേ നേരത്തേക്ക് പക്ഷേ അന്നൊക്കെ അതൊരു പ്രദേശത്തേക്കൊക്കെ ഒതുങ്ങി നിന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ അസാധ്യ കാറ്റാണ്. വലിയ മരങ്ങൾ വീഴുന്നു, മതിലുകൾ ഇടിഞ്ഞ് വീഴുന്നു. ഇന്ന് ഒരു മതിലിടിഞ്ഞ് ഒരു അമ്മയും കുറച്ച് കുട്ടികളും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇന്ന് കൊച്ചി മെട്രോയിലേക്ക് ഒരു ടാർപ്പാട കഷ്ണം പറന്നു വീഴുന്നു, 15 മിനിറ്റോളം മെട്രോ തടസ്സപ്പെടുന്നു. അങ്ങനെ കേൾക്കാത്തതാണ് നമ്മൾ ഇക്കാലം അത്രയും. ശ്രീ ഫഹദ് മൗസൂഖ്, കാലാവസ്ഥയിൽ നമ്മൾ ഈ പോയ ഓരോ വർഷം ഓരോന്ന് പുതിയതായി പഠിക്കുന്നുണ്ട്. ഇക്കുറി പഠിക്കേണ്ടത് മഴയ്ക്കൊപ്പം അതേ വേഗതയിലെത്തുന്ന ഈ കാറ്റ് ആണോ ശ്രീ ഫഹദ് മൗസൂഖ്? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നേരത്തെ ഡോക്ടർ അഭിലാഷ് സാർ സൂചിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാറ്റ് നമ്മുടെ ഒരു പുതിയ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും മൺസൂൺ സമയത്ത് ഈ പറഞ്ഞ ശക്തമായ കാറ്റ് നമുക്കുണ്ടാവാറുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. മഴയുടെ ഇൻറ്റൻസിറ്റിയുടെ സ്വഭാവം നിങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ പ്രശ്നമല്ല ആക്ച്വലി. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യാപകമായി കൂടുതൽ ഇൻറ്റൻസിറ്റിയോട് കൂടി ഈ കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു തയ്യാറെടുപ്പുകളും ഒരു തീരുമാനങ്ങളുമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. കാരണം ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങളെ നമുക്ക് തടുക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല. അത് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ, അതിനെ നേരിടുക എന്നല്ലാതെ നമുക്കത് ഇല്ലാതാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്കതിനോട് ഏത് തരത്തിൽ പ്രതിപ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ കാര്യമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അത് നമുക്കിപ്പോൾ കേരളത്തിലെമ്പാടും വലിയ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വലിയ മരങ്ങൾ കേരളത്തിലെമ്പാടും ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ പറയുന്നത് പോലെ ഒരു ചുഴലിക്കാറ്റിൻ്റെയൊക്കെ സ്വഭാവത്തിൽ 50 കിലോമീറ്റർ വേഗതയിലൊക്കെ കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ കാറ്റ് വീശും മട്ടിലാവില്ല അത്. അപ്പം നമ്മൾ മാറിയ കാറ്റിനനുസരിച്ചുള്ള മുന്നൊരുക്കം കൂടി എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥമായിരിക്കണം അല്ലേ ഫഹദ്? തീർച്ചയായിട്ടും. ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് കാറ്റിൽ നമ്മൾ മരങ്ങൾ മാത്രമല്ല, മരങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഹോർഡിങ്ങുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സംസ്ഥാനം ചിലപ്പോൾ നേരിടാത്തൊരു പ്രശ്നമായിരിക്കും ഈ ചുറ്റുമതിലുകൾ. നമ്മുടെ ചുറ്റുമതിലുകളൊന്നും അത്രത്തോളം ബലത്തിലായിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ വീടുകളുടെയൊക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ ആളുകൾ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ കർശനമായി ഈ ഒരു മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജൂലൈ 5 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിലുള്ള ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കോതിയൊതുക്കാൻ വേണ്ട ഇടപെടലുകൾ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ്. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല നമുക്ക് മരങ്ങളുള്ളത്. നമ്മുടെ വീട്ടുവളപ്പിലുണ്ട്, നമ്മുടെ കൃഷിയിടത്തിലുണ്ട്, അങ്ങനെ പൊതുവെ നമ്മുടെ സ്കൂളുകളുടെ കോമ്പൗണ്ടിലുണ്ട്. അങ്ങനെ എല്ലായിടത്തും നമുക്ക് വലിയ രീതിയിലുള്ള മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളോട് നമുക്ക് വലിയ സ്നേഹവുമാണ്. ആ മരങ്ങൾ, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിലേക്കുള്ള മരങ്ങൾ വെട്ടാനൊക്കെ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ജനകീയമായി നമ്മളതിനെ പ്രതിരോധിക്കുന്ന സ്വഭാവമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ മരങ്ങൾ മുഴുവൻ പോയി വെട്ടണമെന്നുള്ളതല്ല, മറിച്ച് ആ മരങ്ങളുടെ ആരോഗ്യം നമ്മൾ പരിശോധിക്കുകയും മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ അത് കോതിയൊതുക്കാനും അതിൻ്റെ അപകടാവസ്ഥയിലുള്ള ചില്ലകൾ വെട്ടാനുമുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന് നിയമപരമായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിയമപരമായ പഞ്ചായത്ത് ആക്ട് 238 വകുപ്പ് അനുസരിച്ചാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ലിമിറ്റേഷൻസ് ഉള്ളത് മറികടക്കാൻ വേണ്ടി ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ നടപ്പിലാക്കണം. പക്ഷേ ഒരു സർക്കാർ സംവിധാനങ്ങൾ മാത്രം ചെയ്താൽ തീരുന്നൊരു കാര്യമല്ല ഈ കാര്യത്തിൽ നമ്മുടെ പൊതു ഇടത്തിൽ മാത്രമല്ല, നമുക്ക് മരങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പലതും നമ്മുടെ സ്വകാര്യ ഭൂമിയിലുള്ളതാണ്. അപ്പോൾ ഈ സ്വകാര്യ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ കാര്യത്തിലാവട്ടെ, മറ്റു ഇത്തരത്തിലുള്ള മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബോർഡുകളോ ഹോർഡിങ്ങുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, പൊതുജനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഒരു അപകടാവസ്ഥയിൽ ഒരു തെങ്ങോ അല്ലെങ്കിൽ ഒരു മരമോ മറ്റൊരു വളപ്പിലേക്കായിരിക്കും ചിലപ്പോൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടാവുക. ഇത് വലിയൊരു മഴ പെയ്യുന്ന സമയത്ത് ഇത് മറിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് വീഴുകയും അവർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലത് സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ ഭൂമിയിലുള്ളത് നമുക്ക് ജനങ്ങളെല്ലാവരുടെയും ഒരു എഫേർട്ടോട് കൂടി നമുക്കത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ഇപ്രാവശ്യം നമ്മുടെ മഴ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് കുറയുമായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞും നമുക്ക് ഇനി ആക്റ്റീവ് സ്പെല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണണം. പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അഭിലാഷ് സാർ സൂചിപ്പിച്ച പോലെ 12% മഴ കുറവാണ് ഇതിനോടകം തന്നെ. പക്ഷേ
പക്ഷേ അപ്പോൾ നമുക്ക് ഒരു മൺസൂൺ കഴിയുമ്പോഴേക്കും നമുക്ക് അധിക മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പിന്നെ മുന്നറിയിപ്പുള്ളത്. അതായത് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് അധിക മഴയാണ് ലഭിക്കാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രവചനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ വീണ്ടും വലിയ ആക്റ്റീവ് സ്പെല്ലുകൾ ഇനിയും ധാരാളം നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവും. അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ കാറ്റോട് കൂടിയ മഴ തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഈ അപകട സാധ്യതയെ, കാരണം നമ്മൾ നോക്കിയാൽ ഇത്തവണ നമുക്ക് ഇതുവരെ പെയ്ത ഭാഗ്യവശാൽ നമുക്ക് ഇതുവരെ നമുക്ക് വലിയ അപകടങ്ങൾ, അതായത് ഉരുൾപൊട്ടലുണ്ടാവുക, വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇതുവരെ പക്ഷേ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ കാറ്റ് വീണ് മരം വീണുണ്ടായുള്ള അപകടങ്ങളുമാണ്. അത് ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് തന്നെ 10-14 മരണങ്ങളുമായി.